ഞങ്ങൾ ഒരു മാസം പറയണല്ലോ, ആകെ ഒരു ദിവസം മതി. അത് അടുത്ത ശനിയാഴ്ച എടുത്തോളി, അതടുത്ത ശനിയാഴ്ച എടുത്തോളി. അപ്പൊ ചെങ്ങായി നിങ്ങൾ സ്പെയിൻ ഫാൻ ആയതുകൊണ്ട് സ്പെയിനാണ് തോറ്റ് കഴിഞ്ഞാൽ വിഷമത്തിൽ നാളെ മറ്റന്നാളൊക്കെ ലീവ് വേണം പറഞ്ഞാലോ ഇപ്പൊ തരാൻ പറ്റും? മൂടിയ മുട്ട അടിച്ചു തോറ്റ. എന്തിനാ നിങ്ങൾക്ക് എന്തിനാ ലീവ് വേണമെന്ന് പറയണേ നാളെ? ഫൈനൽ കളി 4 വർഷത്തിൽ ഒരട്ട കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫൈനൽ കാണാൻ കിട്ടും, കുറച്ച് ദിവസം കിട്ടുള്ളൂ. അപ്പൊ ഈ ഫൈനൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കളിയുണ്ട് ഈ 12:30 തന്നെയല്ലേ, അങ്ങോട്ട് 1:30 ആയപ്പോത്തിന് കളി ഇരുന്നില്ലേ? അപ്പൊ ഈ ഫൈനലിന് പ്രത്യേക ലീവ് ആണെന്ന് പറയാൻ കാരണം എന്താ? അത് ഞങ്ങൾ 365 ദിവസം സ്കൂളിൽ പോകുന്നുണ്ട്, അതിൽ ഒരു ദിവസം സ്കൂൾ തരണം. ഞങ്ങൾ ഒരു മാസം ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ദിവസം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ എല്ലാ കളിയും കണ്ടുകൊണ്ടു, ഈ കളിയും കൂടി കാണണം. ഒരു ദിവസം ലീവ് പറഞ്ഞിട്ടുള്ളൂ, കുറെ ദിവസം വേണം പറഞ്ഞിട്ടില്ല. നാളെ മാത്രം ഫൈനലിന് മാത്രം. എത്രയിലെ മോൻ എത്രയിലെ പഠിക്കുന്നത്? 5ല്. 7ല്. നിങ്ങൾക്ക് ഈ ലോകകപ്പിന്റെ ഫൈനൽ ദിവസം മാത്രം ലീവ് കിട്ടണമെന്നാണോ? എല്ലാ ദിവസവും ലീവ് കിട്ടണം നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനല്ല, ഒരു ദിവസം ലാസ്റ്റ് കളിയല്ലേ നാളെ, അപ്പൊ അന്ന് ലീവ് കിട്ടണം. രാവിലെ തന്നെ നീച്ചണ്ട, ഉറക്കം കിട്ടൂല. ഫാനാ ലാമിനമാല് സ്പെയിന്റെ ഫാനാ? അപ്പൊ സ്പെയിന് ജയിക്കും വിചാരിച്ചിട്ടാണോ ഒന്ന് കളി കാണാൻ പോണേ? അതന്നെ, ജയിച്ചു. ലീവ് നീണ്ടു പോകും കളി, അപ്പോ രാവിലെ നീച്ച് പോണ്ടേ, അപ്പൊ ഉറക്കം കിട്ടൂല. മടിയാണ്, പിന്നെ നീച്ച് പോവാണെങ്കിൽ ആദ്യം തന്നെ സ്കൂളിൽ പോകാൻ മടിയാ. സ്മൃതി അത് കേൾക്കണം, ആദ്യം തന്നെ സ്കൂളിൽ പോകാൻ മടിയാ. ലോകകപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ കളികൾ നടക്കുന്നതുകൊണ്ട് സ്കൂളിൽ പോകാൻ മടിയാണ്. അതിനിടയിൽ ഫൈനൽ മത്സരം കൃത്യമായി കാണണമെങ്കിൽ പിറ്റേ ദിവസം അവധി വേണമെന്നാണ് പറയണത് അല്ലേ? ഇമ്മ പറഞ്ഞു നാളെ സ്കൂൾക്ക് പോകേണ്ട ലാസ്റ്റ് ഡേ അല്ലേ, നാളെ സ്കൂൾക്ക് പോകേണ്ട ഇമ്മ തന്നെ പറഞ്ഞു പോകണം. അപ്പോൾ നാളെ ഒരു അവധി നിങ്ങൾക്ക് തന്നിട്ട് വരുന്ന ശനിയാഴ്ച ഒരു സ്കൂൾ തന്ന കുഴപ്പമില്ല, ക്ലാസ് തന്ന കുഴപ്പമില്ല സ്മൃതി. അതായത് നാളെ അവധി മാത്രം അവർക്ക് കിട്ടിയാൽ മതി. കാരണം നാളെ ഈ കളിയൊക്കെ കഴിഞ്ഞ് അത് ആഘോഷമൊക്കെ കഴിഞ്ഞ്, കാരണം ഇവിടെ കൂടുതൽ നിൽക്കുന്നത് സ്പെയിൻ ഫാൻസ് ആണ്, അർജന്റീന ഫാൻസ് ഇല്ല. അർജന്റീന ഫാൻസ് ആരുമില്ലേ? ഇല്ല, ഇവിടെ ബ്രസീൽ ഫാനൊക്കെ ഉണ്ട്. ഈ ബ്രസീൽ ബ്രസീൽ ആയത് തന്നെ പുറത്തായില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ഇന്നത്തെ കാണിയോ ഇത് സ്പെയിന്റെ കൂടെയാണ് അർജന്റീന ഒപ്പാണോ? സ്പെയിന്റെ ഒപ്പാണ്. ബ്രസീലിന്റെ ഫാൻസ് ഇട്ടാണ് സ്പെയിന്റെ ഒപ്പാണല്ലേ. സ്മൃതി ഇത് ഇവിടെ ഒരു കൊച്ചു മുടക്കനെ കാണാം. ഇവൻ യഥാർത്ഥത്തിൽ പോർച്ചുഗൽ ഫാനാണ്, പക്ഷേ അർജന്റീന തോക്കണം സ്പെയിന് ജയിക്കണം പറഞ്ഞാൽ ലാമിൻ യമാലിന്റെ ജയിച്ചിട്ട് വന്നേക്കാം. എന്തുകൊണ്ടാണ് സ്പെയിൻ ജയിക്കണം പറയുന്നത്? ഈ ലെഫ്രി അർജന്റീനന്റെ ഒപ്പം നിൽക്കണ്ട്, എല്ലാ കളിയിലും അർജന്റീനന്റെ ഒപ്പം നിൽക്കണ്ട്. അപ്പൊ ആഗ്രഹം സ്പെയിൻ ജയിക്കണം. ഇവിടെ ഒരു UKG പഠിക്കുന്ന കുട്ടിയുണ്ട് സ്മൃതി, നിങ്ങളെ പേരെന്താ? ആവിശ്. നിങ്ങൾക്കും വേണോ അവധി? നിങ്ങൾക്ക് എന്തിനു ലീവ് എന്തിനാ വേണ്ടത്? അതെ, പല്ലൊക്കെ തേക്കലുണ്ടോ? ഇത് ലാമിനമാലിന്റെ ജേഴ്സി ഒന്ന് കാണിച്ചു കൊടുത്തേ, തിരിച്ചു കൊടുത്തേ. ഈ ബാക്കിയുള്ള കളിയൊക്കെ കണ്ടിനോ? ഈ ഏതാ ടീം? പോർച്ചുഗലായിരുന്നു. അത് ശരി, പോർച്ചുഗലാരൊക്കെ ഇപ്പൊ സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ പോർച്ചുഗലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ലീവ് ഇപ്പൊ തരാൻ പറ്റൂല എന്നാണ് നമ്മളെ മന്ത്രി പറയുന്നത്. മന്ത്രിനോട് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? എല്ലാരും കൂടി ഒരുമിച്ച് പറയും. ഒരാൾ പറയും. ഞങ്ങൾ ഒരു മാസം പറയണല്ലോ, ആകെ ഒരു ദിവസം മതി. അത് അടുത്ത ശനിയാഴ്ച എടുത്തോളി, അതടുത്ത ശനിയാഴ്ച എടുത്തോളി. അപ്പൊ ചെങ്ങായി നിങ്ങൾ സ്പെയിൻ ഫാൻ ആയതുകൊണ്ട് സ്പെയിനാണ് തോറ്റ് കഴിഞ്ഞാൽ വിഷമത്തിൽ നാളെ മറ്റന്നാളൊക്കെ ലീവ് വേണം പറഞ്ഞാലോ ഇപ്പൊ തരാൻ പറ്റും? മൂടിയ മുട്ട അടിച്ചു തോറ്റ. സ്പെയിന് തോറ്റാ മുട്ട അടിക്കും. മുട്ട അടിക്കും.